നമസ്കാരം. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ, രാമലീലയ്ക്ക് ശേഷം അരുൺ ഗോപി, ആദിക്ക് ശേഷം പ്രണവ് മോഹൻലാൽ, 21-ാം നൂറ്റാണ്ട് സിനിമ ഈ ജനുവരി 25 റിലീസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രണവിൻ്റെ കൂടെ തന്നെ അഭിനയിച്ച, പ്രണവിൻ്റെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ച അഭിരവാണ് ഇന്ന് നമ്മോടൊപ്പം. സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അഭിരവൻ തന്നെ അറിയാം. നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു ആദിയിലെ കഥാപാത്രം? ആദി, എനിക്ക് പ്രണവ് എന്ന് പറയുമ്പോൾ ആദ്യമേ വരത്തുള്ളൂ. 21-ാം നൂറ്റാണ്ട് കണ്ടു കഴിഞ്ഞാൽ മാറുമെന്ന് തോന്നുന്നു. എന്തായിരുന്നു 21-ാം നൂറ്റാണ്ടിലെ കഥാപാത്രം അഭിരവൻ്റെ? ഈ പറഞ്ഞ അപ്പുവിൻ്റെ പ്രണവ് മോഹൻലാലിൻ്റെ സുഹൃത്തിൻ്റെ ക്യാരക്ടറാണ്. ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞാൽ മൈക്കിൾ റോണി എന്നാണ് പേര്. മൈക്കിൾ റോണി നല്ല പേരാണ്. മക്രോണി എന്ന് വിളിക്കും. ഓക്കെ, മക്രോണി എന്നാണ്. അങ്ങനെ കഥാപാത്രമാണ്. അപ്പുവിൻ്റെ കൂടെ തന്നെ ഉള്ള. അപ്പുവിൻ്റെ പേര് അപ്പു തന്നെയാണ് പ്രണവ് മോഹൻലാലിൻ്റെ ക്യാരക്ടറിന്റെ പേര്. അത് ഈ അടുത്ത് ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഞങ്ങളിങ്ങനെ പറയാതെയൊക്കെ വെച്ചിരിക്കുന്ന പോലെ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ അപ്പുവിൻ്റെ കൂടെയുള്ള ഒരു ക്യാരക്ടറാണ്. എങ്ങനെ ഒരു ടൈപ്പ്, നമ്മൾ എന്തെങ്കിലും ഇപ്പം ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സർക്കിൾ ഉണ്ടാവുമല്ലോ, അത് എങ്ങനത്തെ ഒരു സർക്കിളാണ്? അങ്ങനെ പറയാൻ പറ്റുന്നതാണെങ്കിൽ മതി. സിനിമയിൽ ഇപ്പം നമ്മുടെ സോങ് ഔട്ടായല്ലോ, ആരാരോ എന്നൊരു സോങ് ഔട്ടായി. അപ്പോൾ അതിൽ സായ ഡേവിഡ് ഹീറോയിൻ, അപ്പുവും ഞാനും കൂടെ ഉള്ള മൂന്നാളുള്ള ഒരു സോങ് ആണ് ഇപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ അതിൽ കാണുന്ന ഒരു ആംബിയൻസ് തന്നെയാണ് പടത്തിൽ. നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ 3 പേര് കൂടി ഉണ്ട് പലയിടത്തുമായിട്ട്. ഓക്കെ. അരുൺ ഗോപിയുടെ രാമലീല ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ ആയിരിക്കുമല്ലോ. അപ്പം അരുൺ ഗോപിയുടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? രാമലീലയിൽ ഒരു സീൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സീൻ, ചെറിയൊരു സീൻ ഞാനുണ്ട്. എവിടെയായിരുന്നു? ദിലീപ് ഏട്ടൻ ആദ്യം മുണ്ട് മാറ്റി ഉടുക്കുന്ന ഒരു സീനാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റി ആ മുണ്ട് കൊണ്ടു കൊടുക്കുന്ന ഞാനാണ്. അതിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ അരുൺ ചേട്ടനുമായിട്ട് എനിക്കൊരു ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ അസോസിയേറ്റ് ചെയ്ത അരുൺ ചേട്ടനായിരുന്നു. ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ നമുക്കൊരു പടം ചെയ്യാടാ, നമുക്ക് അങ്ങനെ പറയുമായിരുന്നു. അരുൺ ചേട്ടൻ്റെ ആദ്യത്തെ പടം രാമലീല വന്നപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഞാനും ഉണ്ടാവണം എന്നുള്ളത് എനിക്കും ആഗ്രഹമായിരുന്നു. അരുൺ ചേട്ടൻ എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു സീനേ ഉള്ളൂ. എന്നാലും ദിലീപേട്ടൻ്റെ കൂടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അത് വളരെ ഹാപ്പി ആയിട്ട് ചെയ്തപ്പോൾ ഐ വാസ് പാർട്ട് ഓഫ് രാമലീല ഓൾസോ. അങ്ങനെ അപ്പോൾ അതിനുശേഷം ചെയ്യുന്ന അടുത്ത പടത്തിലും എനിക്ക് കുറച്ചുകൂടെ, ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത് എനിക്കൊരു ചെറിയൊരു റോളെങ്കിലും വേണം. അപ്പോൾ അരുൺ ചേട്ടൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു ലുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കും. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടെ ഒരു രാമലീലേക്കാളും 2 സീൻ കൂടുതലുള്ള ഒരു പടമാണ്. പ്രണവ് മോഹൻലാലാണ് ഹീറോ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാനിങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ലുക്ക് ടെസ്റ്റിന് ചെല്ലാൻ പേടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ പറയാം, നീ എന്തുദ്ദേശിച്ചിട്ടാണ്, ചെറിയ ക്യാരക്ടർ അല്ല, കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുക എന്ന്. അങ്ങനെയാണ് പോയത്. ഞാൻ ഒട്ടും മനസ്സുകൊണ്ട് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ചെന്നിട്ട് ഈ ക്യാരക്ടറിലേക്ക് അങ്ങ് പ്ലേസ് ആവുമായിരുന്നു. ഈ 2 സിനിമയും കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ തോന്നുന്നു? രണ്ട് ജോണിൽപ്പെട്ട സിനിമയാണ്. ഒന്ന്, ആദ്യത്തെ സിനിമ രാമലീല എഴുതിയത് സച്ചിയേട്ടനാണ്. അരുൺ ചേട്ടൻ അതിൻ്റെ ഡയറക്ടർ മാത്രമായിരുന്നു. ഇതിൽ ഡയറക്ടറും റൈറ്ററും അരുൺ ചേട്ടൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അരുൺ ഗോപി എന്ന ഡയറക്ടറുടെ ഒരു വിഷൻ ഈ സിനിമയ്ക്കകത്ത് വ്യക്തമായിട്ടുണ്ട്. രാമലീലയായിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആ സിനിമയെക്കുറിച്ച് ആധികാരികമായിട്ട് ഞാൻ പറയാൻ ആളല്ല, പക്ഷേ സിനിമയ്ക്ക് വ്യത്യാസമുണ്ട്. ഇതൊരു ലവ് സ്റ്റോറി ആണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. ലവ് സ്റ്റോറിയും ഒക്കെയാണ്. ട്രാവൽ ആണെന്നൊക്കെ പറഞ്ഞു. ട്രാവൽ പറഞ്ഞത് സായ അങ്ങനെ പലതും പറയുന്നത് ഞാൻ അറിഞ്ഞു. പക്ഷേ ട്രാവലുണ്ട്, ലവ് സ്റ്റോറിയാണ്. അപ്പോൾ രാമലീല ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റർലി ഡിഫറെൻ്റ് എന്ന് പറയാം. 2 ജോണിൽപ്പെട്ട സിനിമയാണ്. ഞാൻ സായോട് ചോദിച്ചു ചോദ്യത്തിൻ്റെ കുറച്ച് എക്സ്റ്റൻഷനാണ്. നമുക്ക് 21-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ സിനിമയുടെ പേര് കേട്ട ആദ്യം ഓർമ്മ വരുന്നത് ലാലേട്ടൻ്റെ 20-ാം നൂറ്റാണ്ടാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും കണ്ട് ഒരു കാലത്തില്ല, ഇപ്പോഴും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടൊന്നും അല്ല പറയുന്നത്. പക്ഷെ എന്നാലും ലാലേട്ടൻ്റെ മോൻ നായകനായിട്ട് വരുന്നു, പേരിൽ സിമിലാരിറ്റി വരുന്നു. എനിക്കൊന്നും ഗോകുൽ സുരേഷും ഒരു പ്രധാന കഥാപാത്രമായിട്ട് തോന്നുന്നു. അതിലും സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ എന്ത് തോന്നുന്നു ഈ സിനിമയുടെ ഒരു കൂടെ വർക്ക് ചെയ്തപ്പോൾ? ഇപ്പം ഞാനിപ്പോൾ പേഴ്സണലി പ്രേക്ഷകർക്കും അറിയാം, സുധീഷ് ഭായിക്കും അറിയാം, ഞാനൊരു മെയിൻ സ്ട്രീം ആക്ടർ ഒന്നും അല്ല. ഞാൻ സിനിമയിലേക്ക് ഇപ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻറ്റാണ്. എനിക്കിപ്പം എണ്ണിയാൽ എൻ്റെ ഒരു 5ാമത്തെ പടമാണ് ഈ ഫിലിം. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഫിലിം പോലെ തന്നെയാണ്. ഞാനിപ്പോഴും ഒരു മെയിൻ സ്ട്രീം ആക്ടറായിട്ടോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ആക്ടറൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കൊരു നല്ല സിനിമ വേണം എന്നുള്ള ക്രേവിങ്ങിലിരിക്കുന്ന സമയത്താണ് എനിക്ക് പ്രണവ് മോഹൻലാലിൻ്റെ ഒരു സിനിമ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പേര് 21-ാം നൂറ്റാണ്ട് എന്ന് വന്നപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ സ്റ്റോറിയുടെ പേര് ആദ്യം കേട്ടപ്പോൾ ഞാൻ പോലും ധരിച്ചത് ഇത് 20-ാം നൂറ്റാണ്ടിൻ്റെ ബാക്കിയായിരിക്കും, ലാലേട്ടൻ്റെ ഒരു സ്മഗ്ലിംഗ് സ്റ്റോറി ആയിരിക്കും എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കഥ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഇതിൽ പേരിലുള്ള സാമ്യം മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ 21-ാം നൂറ്റാണ്ടിൻ്റെ മേ ബി എന്തെങ്കിലും അരുൺ ചേട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഈ പേരിട്ടതിനകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചിട്ടില്ല. ഗോകുൽ സുരേഷ് ഉണ്ട്, ഒക്കെ ശരിയാണ്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ ലാലേട്ടൻ്റെ മകൻ പ്രണവ് അഭിനയിക്കുന്നു, ഗോകുൽ സുരേഷ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് ആൾക്കാർ റിലേറ്റ് ചെയ്യുന്നു. ഇപ്പം എൻ്റെ തന്നെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുന്നതാ ഇത് 20-ാം നൂറ്റാണ്ടിൻ്റെ ബാക്കിയില്ല, നോട്ട് എ ഡോൺ സ്റ്റോറി എന്നുള്ള ടൈറ്റിൽ ഉണ്ട്.
എന്നാലും ഇത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എല്ലാം നമ്മളെ ആകർഷിക്കുന്ന സാധനങ്ങളാണ്. നോട്ട് ഡോൺസ് പറയുമ്പോൾ ഓക്കെ ഇത് ഡോണുമായിട്ട് ബന്ധപ്പെട്ട ചിലതൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ആൾക്കാർ വിചാരിക്കില്ല. അങ്ങനെയുള്ള യാതൊന്നും സിനിമയിലില്ല. ഇതൊരു പേഴ്സണലി അപ്പുവിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ, അദ്ദേഹത്തെ കുറിച്ച് കുറേ പേർക്ക് അറിയാമല്ലോ, നമ്മുടെ ആൾക്കാർക്ക് അറിയാം. ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് ലൈഫ് സ്റ്റൈൽ ഫാൻസ് ഉണ്ട് ഒരുപാട് അപ്പുവിന്. അപ്പോൾ ട്രാവൽ ചെയ്യുക, മൗണ്ടൻ ക്ലൈംബിങ്, ഇതൊക്കെയാണ് അപ്പുവിൻ്റെ ലോകം. സിനിമയെ പേഴ്സണലി ഇപ്പോൾ കുറച്ച് ദിവസം ഒന്നിച്ച് പ്രണവ് മോഹൻലാലിൻ്റെ കൂടെ ഇത്രയും ദിവസം ഒന്നിച്ച് നിൽക്കാനും 90 ദിവസത്തോളം ഷൂട്ട് ഉണ്ടായിരുന്നു. അത്രയും ദിവസങ്ങൾ പുള്ളിയുടെ കൂടെ നിൽക്കാൻ പറ്റിയത് തന്നെ നമ്മളെ വലിയ ഭാഗ്യമാണ്. ഇനി എനിക്ക് പ്രണവ് മോഹൻലാലിനെ ഒന്ന് കാണണമെങ്കിൽ വലിയ പാടാണ്. ഒന്നാമത് പുള്ളി ഹിമാലയത്തിലോ ഋഷികേശിലോ ഒക്കെ ആയിരിക്കും ഇപ്പോഴും. അപ്പോൾ ഇന്നലെ അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇങ്ങനെ യാത്രയിലാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ്, അത് മാക്സിമം അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ട്. സിനിമയോട് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ അതല്ല പുള്ളിയുടെ ഒരു പാഷൻ. നാളെ ഇനി ഇതാകുമോ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, അങ്ങനെ ആവട്ടെ എന്ന്. പക്ഷേ ഇത് മാക്സിമം സിൻസിയറിറ്റോടെയാണ് ഈ സിനിമ സമീപിച്ചിരിക്കുന്നതും. പുള്ളി ഇതിനകത്ത് വർക്ക്, ഇപ്പോൾ സർഫിങ് പഠിച്ച കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. സർഫിങ് ട്രെയിൻ ചെയ്യുക, സർഫർ ട്രെയിനറായിട്ടാണ് പുള്ളി. അപ്പോൾ അതൊക്കെ പഠിക്കുകയും ഇതിൽ മാക്സിമം ഇൻവോൾവ് ചെയ്തിട്ടാണ് അപ്പു ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ആളെന്ന നിലയ്ക്ക് പ്രണവ് മോഹൻലാലിൻ്റെ കൂടെ ഇത്രയും ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതും, ഇപ്പോൾ ഗോകുൽ സുരേഷ്, ഇവരുടെ എല്ലാം കൂടെ നമുക്ക് വെറുതെ നടക്കാൻ പറ്റിയാൽ തന്നെ അത് വലിയ കാര്യമാണ്. അപ്പോൾ അതിങ്ങനെ വലിയൊരു സിനിമയായിട്ട് പുറത്തു വരുന്നു. എല്ലാം ക്വൈറ്റ് ഹാപ്പി. ഷൂട്ടിംഗ് സെറ്റിലെ ഭയങ്കര രസകരമായിട്ടുള്ള ഓർമ്മകളല്ലോ ഉണ്ടോ? ഞാൻ ഈ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ കുറച്ച് ദിവസങ്ങൾ. ഇതിൽ ADs വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ ADs ഈ പടത്തിലുണ്ടായിരുന്നു. 10 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് കിട്ടിയ സമയങ്ങളിലൊക്കെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ എൻ്റെ ഒരു പാഷൻ, എനിക്ക് ഡയറക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അരുൺ ചേട്ടൻ്റെ അസിസ്റ്റന്റ് ആയിക്കോട്ടെ എന്ന് ചോദിച്ച് എനിക്ക് ഷൂട്ടില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും ഒരുപാട് സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട് ഷൂട്ടില്ലാത്ത ദിവസങ്ങളിലും, എനിക്ക് വർക്കില്ലാത്ത ദിവസങ്ങളിലും. പ്രണവ് മോഹൻലാലിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത സമയം അത് തന്നെയാണ് ഏറ്റവും രസകരം. അരുൺ ചേട്ടൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേഴ്സണലി പുള്ളിയോട് ഒരു ചേട്ടനെ പോലെയുള്ള അടുപ്പമുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ഫ്രീഡം ഉള്ള ഒരു സെറ്റ്, ഇതുപോലെ ഒന്ന് ഇനി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാനേ പറ്റും. അത്രയും ഫ്രീഡം ഉള്ള ഒരു ലൊക്കേഷനായിരുന്നു. പിന്നെ അപ്പോൾ ഒരു ഫ്രണ്ടാണ്. പിന്നെ നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസമാണ് പ്രണവ് മോഹൻലാലിനെ, പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. ഭയങ്കര ഡൗൺ ടു എർത്ത് എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, നമ്മളിനി അത് പറഞ്ഞ ഭയങ്കര ആവർത്തനമായി പോകും. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ, ഞങ്ങൾ ബാലിക്ക് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് കുറച്ച് ആൾക്കാർ വന്ന് അപ്പുവിനോട് ഒരു 5 മിനിറ്റ് സംസാരിച്ച്, അത്ര കൂടെ ഇല്ല, സംസാരിച്ച് അവർ പോയി. ഇമ്മീഡിയറ്റ്ലി അവർ നമ്മളോട് ചോദിക്കുന്നത് പുള്ളി എന്തല്ലേ എന്ത് പാത്താനല്ലേ, അങ്ങനെ പറയിപ്പിക്കുന്നതാണ് അപ്പുവിൻ്റെ. അതൊരിക്കലും ഫേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരാൾക്ക്. അപ്പോൾ പേഴ്സണലി അപ്പുവിനെ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടും. അവനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കുറേ സമയം നമുക്ക്. അങ്ങനെ സിനിമയിൽ എന്താവണമെന്നാണ് ആഗ്രഹം? സിനിമയിൽ ഇപ്പം വന്ന് കുറച്ച് ചെറിയ റോളൊക്കെ ചെയ്തു. ബേസിക്കലി എന്താണ് സിനിമയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ എനിക്കതിൽ ചെയ്യണം, വർക്ക് ചെയ്യണം തോന്നി? ഡയറക്ഷൻ പറഞ്ഞു, ഡയറക്ഷൻ തന്നെയാണ്. സിനിമയോട് ഭയങ്കര ഇഷ്ടമാണ്. ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. നമുക്ക് ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയൊക്കെ വെച്ച് നമുക്ക് നല്ലൊരു ചീഫ് അസോസിയേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം എന്നൊക്കെ പൊതുവെ പറയാം. പെട്ടെന്ന് ഡയറക്റ്റ് ചെയ്യുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ അരുൺ ഗോപി, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡയറക്ടർക്ക് അറിയണം, അല്ലാതെ അറിഞ്ഞുകൂടാത്ത ഒരാൾ അങ്ങനെയല്ല, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പഠിക്കണം. അപ്പോൾ പഠിച്ച് നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്ന മേഖല വ്യക്തമായി പഠിച്ച് അവിടെ വർക്ക് ചെയ്ത്, ചില ആൾക്കാർ വേഗം പഠിക്കും, ചില ആൾക്കാർ സമയം എടുക്കും. അപ്പോൾ എനിക്ക് അതിനോട് കഴിവുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. സിനിമകൾ കുറച്ചിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ പഠിക്കുമായിരിക്കും. ആഗ്രഹമാണ്, അതൊക്കെ ആഗ്രഹമാണ്. അതൊക്കെ അഭിനയിക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആഗ്രഹം. പറ്റുന്ന പോലെ ആദ്യം ഒരു നല്ല സിനിമ വന്ന ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ഒന്ന് തോന്നുന്ന ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച്. എൻ്റെ ഫസ്റ്റ് മൂവി അപൂർവ രാഗമായിരുന്നു. ഞാനൊരു റിയാലിറ്റി ഏഷ്യാനെറ്റിൽ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി അതിൻ്റെ വിന്നറായിരുന്നു. അങ്ങനെയാണ് സിനിമയിൽ എത്തുന്നത്. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കയറുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് സിനിമയും രണ്ടും കൂടി എനിക്ക് ഭയങ്കര, പക്ഷേ സിനിമകൾ വന്നാലും ചെയ്യാൻ പറ്റത്തില്ല, അറ്റൻഡൻസ് ഷോർട്ടേജ്, നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് കോളേജിൽ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അപൂർവ രാഗം ചെയ്തു, ഇത് നമ്മുടെ കഥ, വയലിൻ, സിബി മലയിൽ സാറിൻ്റെ പടം, കുറച്ച് പടം ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. അതിൽ കുറച്ച് താടി മുടി, അതിൽ കുറച്ച് വലിയ ക്യാരക്ടർ. അപ്പോൾ നല്ലപോലെ ക്ലാസ് പോയി. പകുതി നമ്മുടെ ആ സെമസ്റ്ററിൻ്റെ പകുതി കൂടുതൽ ഞാൻ ലീവായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ എനിക്ക് തുടരാൻ പറ്റിയില്ല. പിന്നെ വന്ന 1-2 നല്ല സിനിമകൾ എനിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ചെയ്യാൻ പറ്റിയില്ല, നല്ല സിനിമകൾ ഉണ്ടായുമില്ല. പിന്നെ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഇത് വേണം, ഒരു നല്ല സിനിമ വേണം എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നിന്ന് അതിൻ്റെ ഒരു സഫലീകരണമാണ് 21-ാം നൂറ്റാണ്ട്. സിനിമ തന്നെയാണോ അല്ല വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു ടെമ്പററി പോസ്റ്റാണ്. അത് പക്ഷേ അതിന് ലീവ് കിട്ടും എനിക്ക്, അതുകൊണ്ട് ഇടയ്ക്ക് പോകാനും വരാനും ഒക്കെ പറ്റുന്നുണ്ട്. ആ ജോലിയിൽ തന്നെ തുടരാൻ, എക്സാമൊക്കെ എഴുതി തുടരണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എത്രത്തോളം അത്
ചെയ്യാൻ പറ്റുമോ അറിയില്ല, നമുക്ക് ഇഷ്ടം ഇങ്ങോട്ട് കിടക്കുന്നതുകൊണ്ട് ബാലൻസ് ചെയ്ത് പോകുക. ഞാൻ ആസിഫ് അലി സിനിമകളിലാണ് കൂടുതൽ എന്നെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആസിഫ് ഏട്ടനായിട്ട് എനിക്ക് അങ്ങനെ പേഴ്സണലി ഒരു അടുപ്പമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ നമുക്ക് ജോലിക്കും പഠിത്തത്തിനും ഇടയ്ക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ, നമ്മളൊരു പ്രൊഫഷനിൽ സീരിയസ് ആയിട്ട് ഇൻവോൾവ് ആവണം. അപ്പോൾ ഇനി അങ്ങോട്ട് നോക്കണം എങ്ങനെയാണ് നല്ല സിനിമകൾ വരുന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ. ഇതിന് ശേഷം ഇതിലും ഓൾറെഡി കമ്മിറ്റഡ് ആണോ? അല്ല, ഇല്ലില്ല, ഈ സിനിമയ്ക്ക് ശേഷം ഒന്നും ഇതുവരെ അങ്ങനെ ഉറപ്പിച്ചിട്ടില്ല, പുറത്ത് വരട്ടെ എന്നുള്ളൊരു. അപ്പോൾ 25-ാം തീയതി 21-ാം നൂറ്റാണ്ട് വരുന്നു. എന്തായാലും ക്യാരക്ടർ എല്ലാവരും ശ്രദ്ധിക്കപ്പെടട്ടെ. എന്തായാലും ശ്രദ്ധിക്കപ്പെടും. എന്തായാലും പ്രണവിൻ്റെ കൂടെ കഥാപാത്രമാരുടെ കണ്ടിട്ടല്ലോ. അതെ, പ്രണവിൻ്റെ നമ്മളെ ആൾക്കാർ തിരിച്ചറിയണം എന്നൊക്കെയുള്ള നമ്മുടെ ആഗ്രഹത്തിനുള്ള ഫസ്റ്റ് ഡേ തന്നെ പടം ഇത് ഷൂട്ട് തുടങ്ങി. അപ്പു ബൈക്കിൽ പോകുന്ന, ഞാൻ ബൈക്ക് ഓടിച്ച് പോകുന്ന ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിരുന്നു, അപ്പൂൻ്റെ ഫാൻസ് പേജിലൊക്കെ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ആരുടെ ഫ്രണ്ട് ഇരിക്കുന്ന താടിക്കാരൻ. അപ്പോൾ അങ്ങനെ ഈ സിനിമയിൽ വന്നപ്പോൾ ഒരുപാട് അത് നമ്മൾ കുറച്ചുകൂടി വലിയൊരു റിലീസും ഒക്കെ അല്ലേ പടം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള. അപ്പോൾ എന്തായാലും പടം ഉഷാറാവട്ടെ. താങ്ക് യു കണ്ടിട്ട് പറയാം. താങ്ക് യു സോ മച്ച്.